ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. ഞാൻ അങ്ങനെ മാറ്റി ഒരുങ്ങി ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. സംഭവം വേറെ ഒന്നല്ല ഗൈസ്, ഇന്ന് ഞായറാഴ്ചയാണ്. ഇങ്ങനെ കുറച്ച് വെറൈറ്റി എന്തെങ്കിലും ചില്ല് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഗൈസ് ഒരു വെറൈറ്റി കണ്ടന്റ് ഞാൻ തിരഞ്ഞെടുത്തത് ഗൈസ്. ഇന്ന് എ ഡേ ഔട്ട് വിത്ത് മൈ അമ്മ എന്നാണ് ഒരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചത് ഗൈസ്. വെറുതെ ഇരിക്കില്ല ഗൈസ്, കണ്ടന്റ് ഒന്നുമില്ല. അന്നേരം പിന്നെ ഇതെല്ലാം ചെയ്ത് അങ്ങനെ ചാനലിൽ ഒന്ന് ആക്റ്റീവ് ആക്കണം. പിന്നെ FB തുടങ്ങിയെടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് ഇപ്പോൾ വ്ളോഗ് ഇടാൻ തുടങ്ങി ഗൈസ്. പിന്നെ ഏതൊരു വ്ളോഗ് ഡിലേ ആയിട്ടില്ല അല്ലേ, മറ്റേത് നോർമലി വ്ളോഗ് അല്ല നോർമലി ഡേ അതേ ഡിലേ ആയിട്ട് ബാക്കിയെല്ലാം നല്ല സ്മൂത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. അടിപൊളി ഗൈസ്. ഇന്ന് ഗൈസ് ഒന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാനിങ്ങനെ പുറത്തേക്ക് വന്നു, അങ്ങനെ ഫുഡ് കഴിക്കുന്നു ഗൈസ്. അത് തന്നെയാണ് ഗൈസ് ഇന്ന് അധികം വ്ളോഗ് ഉൾപ്പെടുന്നത് ഗൈസ്. വേറെ ഒന്നും വലുതൊന്നുമില്ല കേട്ടോ ഗൈസ്. എനിക്കൊന്നും കഴിയുന്നില്ല, ഭയങ്കര തലവേദന ഗൈസ്. ഇന്ന് വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കാത്തുള്ളതൊന്ന് ഷെയർ ചെയ്യാത്തുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നേരെ വീട്ടിലോട്ട് പോവാം ഗൈസ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കോളാം കേട്ടോ ഗൈസ്. ഞാൻ എൻ്റെ പഴയ വീട്ടിലാണ് ഉള്ളത്. എൻ്റെ പുതിയ വീട്ടിൽ നിന്ന് ആരും ഇറങ്ങി വരുന്ന ഗൈസ്. ഒരു പൂച്ച ഇത് ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഇതേതാ പുതിയ ഐറ്റാന്നോ ഗൈസ്. ഞാൻ പറഞ്ഞു തന്നത് നല്ല മഴക്കോളുണ്ട് ഗൈസ്. ഇന്ന് പറ ഏത് സമയമാണെങ്കിലും ഒരു മഴ നമുക്ക് ഗൈസ്. ഇന്ന് മഴ പെയ്താൽ പൊളിയും. ഇന്ന് ഞാൻ എങ്ങനെയല്ലോ പുറത്തേക്ക് പോകുന്നതാണ്. എന്ന് വെച്ചാൽ ഗൈസ് നനക്കാന്നൊരു അമ്മക്ക് പോകാൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ലാസ്റ്റ് മഴ പെയ്ത മൂഞ്ചി അടിയും ഗൈസ്. ഗൈസ് ചക്കെല്ലാം പഴുത്ത് വെക്കുക ഗൈസ്. ഇപ്പം ചക്ക സീസണാണ്, മാങ്ങ സീസൺ അല്ലേ? ചക്ക സീസണാണെന്ന് തോന്നുന്നത്. അല്ല ഗൈസ്, ഇവിടെ ചക്കെല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചോ ഗൈസ്. എൻ്റെ അറിവിൽ ഒരു മാങ്ങ സീസണായിട്ട് എനിക്ക് തോന്നുന്നു. ചക്ക സീസൺ ആയിരിക്കുമോ? അല്ല ഗൈസ്, അമ്മ ഇപ്പം വരും കേട്ടോ ഗൈസ്. മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ്, അതാ പേടി ഗൈസ്. ഇപ്പം ഗൈസ് ഇപ്പം വേറൊരു സംഭവം ചെയ്യാൻ തുടങ്ങി. സംഭവം വെച്ചാൽ ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യും. ചെയ്തുകൊണ്ടിരിക്കുമല്ല, ചെയ്ത് കഴിഞ്ഞ് ഒരു ക്ലിപ്പ് കട്ടാക്കിയിട്ട് ഇപ്പോൾ എടുത്ത് വെച്ച ക്ലിപ്പെല്ലാം ഞാൻ ഒരുമിച്ച് എഡിറ്റ് ചെയ്യാൻ തുടങ്ങും. എഡിറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് എത്ര ക്ലിപ്പ് എടുത്ത് അത്ര വരെ വെച്ചിട്ട് പിന്നെ ആദ്യം ക്ലിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പ് എടുത്തിട്ട് അതും അതിൻ്റെ ഇപ്പം ആഡ് ചെയ്ത് അങ്ങനെ ഗൈസ്. എങ്ങനെ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യില്ല, അതുകൊണ്ട് അധികം സമയം എടുക്കില്ല. സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 1 മണിക്കൂർ 15 മിനിറ്റ്, ഒരു 1.25 മണിക്കൂറിലെടുക്കും. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് 3/4 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് എഡിറ്റ് തീർക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അതങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. വ്ളോഗ് ചെയ്ത് ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത ഉടനെ എഡിറ്റ് ചെയ്ത് ആ ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് ഗൈസ്. ഇപ്പം തന്നെ ഞാൻ 2 ക്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്തു ഗൈസ്. അന്നാരും വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഓടിയേ ഗൈസ്. ആരുമില്ല ഗൈസ്. പിന്നെ ഇന്ന് സിനിമക്ക് വരണമെന്നുണ്ട് ഗൈസ്. നരിവേട്ട കണ്ടിട്ടില്ല ഗൈസ്. നരിവേട്ട അടിപൊളി പടാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ടോവിനോൻ്റെ ഗൈസ്. ലാസ്റ്റ് വേടൻ്റെ പാട്ടെല്ലാം ഉണ്ട്, മറ്റേ കാട്ടുമരത്തന്നെ മനമുറിഞ്ഞ് കാക്കി ഭൂതങ്ങൾ വന നിറഞ്ഞ് ഗൈസ്. ആ പാട്ടെല്ലാം ഉണ്ട്, അതുകൊണ്ട് എന്തായാലും പോകണമെന്നുണ്ട് ഗൈസ്. നോക്കട്ടെ, 1:30 ഷോ. ഇപ്പം സമയമുണ്ടല്ലോ, അതാ കോമഡി. ഇപ്പം സമയം 11:58 ഗൈസ്. 12 മണിയായി. ഇനിയിപ്പം 1:30 ഷോന് കയറാൻ പറ്റും നോക്ക് ഗൈസ്. ഒന്നും പറയാൻ കഴിയില്ല, പരിശ്രമിച്ച് നോക്കാം. വേഗമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇന്ന് ഒരു സിനിമയും കണ്ടിട്ട് വരൂ, നരിവേട്ട ഗൈസ്. അത്രയൊക്കെയാണ്. പുറത്തന്നെ ഫുഡും കഴിക്കുന്നത് ഗൈസ്. ഗൈസ് അമ്മ വന്നില്ല, ഞാനിപ്പോൾ ഇപ്പുറത്ത് പോയി നിൽക്കുക ഗൈസ്. ഞാൻ തന്നെ വീട്ടിൽ പോയി നോക്കട്ടെ ഗൈസ്. വീട്ടിൽ പോയി നോക്കിയിട്ട് നേരെ നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം ഗൈസ്. നമ്മൾ ലാസ്റ്റ് ഇട്ട വ്ളോഗ് ഏതാണ്? മറ്റേ ഇതല്ലേ, കളരിവാതുക്കൽ, അതല്ല ലാസ്റ്റ് ഇട്ട വ്ളോഗ് ഗൈസ്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട വഴിയിലൂടെ നടന്നു പോവുകയാണ് ഗൈസ്. എവിടെ എത്തും എന്നറിയില്ല ഗൈസ്. ശ്മശാനം ഗൈസ്, ശ്മശാനം പറഞ്ഞ തെറ്റിപ്പോയി. ഒരു കാട്ടിൻ്റെ നടുക്കൂട്ടെ ഞാനും അമ്മയും നടന്നു പോകുന്നത് ഗൈസ്. അയ്യോ ഗൈസ്, ഓരോ ഓട്ടോ പോലും ഇതുവരെയായിട്ട് കിട്ടിയിട്ട്, ഓരോ ഓട്ടോ പോലോ. ഇതിലെ ഷോർട്ട് കട്ടുണ്ടോ? ഇതിലങ്ങ് പോയാലോ താഴേക്ക്? ഇനി അങ്ങോട്ടം വരെ നടക്കണം ഗൈസ്. അങ്ങ് പോകണം, കുറേ എത്ര മിനിറ്റ് ഉണ്ടാവും? ഒന്ന് വായി തുറന്ന് പറ. ഒരു 15 മിനിറ്റ് ഉണ്ടാവും ഗൈസ്. 15 മിനിറ്റ് നടക്കണം. അയ്യോ, ഐ ആം ടയേർഡ് ബ്രോ, ഐ ആം ടയേർഡ് ഗൈസ്. അടിപൊളി വ്യൂ പോയിൻറ്റ് ഗൈസ്. അങ്ങ് നോക്കിയേ. അയ്യോ ഗൈസ്, നേരെ കാണുന്ന പുഴ കണ്ട ഗൈസ്? അവിടെ ഒരു പുഴ കണ്ട? അതാണ് കുപ്പം പുഴ ഗൈസ്. തളിപ്പറമ്പ് കഴിഞ്ഞാൽ ഗൈസ് അതാ അവിടെ നല്ല വൃത്തി കാണുന്നുണ്ടോ ഗൈസ്? വെള്ള കളർ പുഴ ഗൈസ്. കുപ്പം പുഴ കേട്ടാ, നല്ല വയലും അടിപൊളി ഗൈസ്. അടിപൊളി കേട്ടോ ഇവിടുത്തെ വ്യൂ, നൈസ് ഗൈസ്. ഇവിടെ വന്നത് അടിപൊളി. ഇതെന്തിനാ ഈ റോട്ടിലെല്ലാം കയറി നമ്മൾ? അയ്യോ ഗൈസ്, ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലം കേട്ടോ ഗൈസ്.
ചില സ്ഥലത്ത് വീടെല്ലാം പണിയെടുക്കുന്നുണ്ട്, ആടെല്ലാം പണിക്കാരുണ്ട്. വീടാണെങ്കിൽ ഫുൾ പണിയെടുക്കുകയെന്ന്. ആരുമില്ല. ഇപ്പുറത്താണെങ്കിൽ ഗൈസ് ഫുൾ റബ്ബർ തോട്ടം. ഫുൾ റബ്ബർ തോട്ടം. ഇപ്പുറത്താണെങ്കിൽ വലിയ താഴ്ച. വീടെല്ലാം ഉണ്ട്, ചെറിയ വീട്, പക്ഷേ വലിയ താഴ്ച. അങ്ങനെ നല്ല വ്യൂ പോയിൻറ്റും. എന്തോ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് പട്ടുവം റോഡ് അല്ല, പട്ടുവ റോഡല്ല ഇത്. പട്ടുവത്തണ്ട, തളിപ്പുറം ഭാഗത്തുനിന്ന്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ കാടെല്ലാം വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളു ഇവിടെ, വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അങ്ങ് വായാലും നല്ല വ്യൂ പോയിൻറ്റ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നിട്ട് അവളെ ഞാനൊരു അൽഫാം മന്തി പറഞ്ഞത്, അമ്മയൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞത്. ഗേസ് അടിപൊളി ആംബിയൻസ് ഉണ്ട് അവിടെ. ഗേസ് റെസ്റ്റോറൻറ്റ് നോക്കാം, അടിപൊളി ആംബിയൻസാണ്, സെറ്റ് ആംബിയൻസ്. ഗേസ് ഞാനൊരു അൽഫാം മന്തി പറഞ്ഞത്, അമ്മയൊരു ചിക്കൻ ബിരിയാണി. വെള്ളമൊക്കെ കൊണ്ടുപോകണം, പ്ലേറ്റ് റെഡി വരട്ടെ. ഗൈസ് അങ്ങനെ അൽഫാം മന്തി വന്ന ഗൈസ്, ഇവിടെ ചിക്കൻ ബിരിയാണി വന്നു. അമ്മ കഴിക്കാൻ തുടങ്ങി, ഞാൻ കഴിക്കാൻ തുടങ്ങി. അടിപൊളി കാണാം അൽഫാം മന്തി. ഗൈസ് ഞാൻ ഒരു പടത്തിന് വന്നു ഗൈസ്, നരിവേട്ട. ഗൈസ് നരിവേട്ടൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാ, സീറ്റ് നമ്പർ E910 ഫോക്കസ് ആകത്തെ. E910 2 ടിക്കറ്റ് എടുത്തു. എത്ര 260 അല്ലേ? 260 വയസ്സായി. നരിവേട്ട മലയാളം 2D. ഗൈസ് 4:45 പടം തുടങ്ങുക. ഇപ്പോൾ സമയം 4:15, അരമണിക്കൂറുണ്ട് ഗൈസ്. ഗൈസ് ലാസ്റ്റ് വേടൻ്റെ പാട്ടെല്ലാം ഉണ്ടെന്ന് പറയും, അടിപൊളിയായിരിക്കും, മാസ്. ഗൈസ് സിനിമക്ക് വേണ്ടി വന്നിട്ടാ ഗൈസ്. റിയൽമി GT7 ഡ്രീം എഡിഷൻ ഗൈസ് വന്ന പഠനായിട്ട് കണ്ട്, അടിപൊളി പുതിയ ഫോണാണ് ഇത് ഗൈസ്. ഞാൻ അധികം എടുക്കുന്നില്ല ഗൈസ്, കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. പടം തുടങ്ങി, പടം കഴിഞ്ഞിട്ട് ഗൈസ് ബൈ. ഗൈസ് അങ്ങനെ പടം കഴിഞ്ഞ് അടിപൊളി. പടം എങ്ങനെയുണ്ട്? ഫുൾ ഇമോഷണല്ല. എനിവേ ഗൈസ് അടിപൊളി ദിവസമായിരുന്നു ഗൈസ്. ഇതങ്ങനെ ഡേ ഔട്ട് വിത്ത് മൈ അമ്മ എന്ന വ്ളോഗിനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. നരിവേട്ടൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ എന്തായാലും വലിയ ലെങ്ത് ഒന്നും ആയിട്ടുണ്ടാവില്ല, എന്തായാലും അധികം ലെങ്ത് ആക്കുന്നില്ല ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഗൈസ്. രാവിലെ പോയതാണ്, നൈറ്റായി ഗൈസ്. ഇന്ന് ഇപ്പോൾ സമയം 7:50 ഗൈസ്, രാത്രിയായി ഗൈസ്. പുതിയ വ്ളോഗ് പിന്നെ വരാം ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. ബൈ ബൈ.